ഒടുവിൽ മാലിദ്വീപും ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി കഴിഞ്ഞു. ഇന്ത്യയോട് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ തകർച്ചയിൽ നിന്നും കരകയറാനായി ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ് മാലിദ്വീപ്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ പൂർണ്ണമായും തഴഞ്ഞതിനെ തുടർന്ന് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് മാലിദ്വീപിലെ ടൂറിസം. വിനോദസഞ്ചാരം പ്രധാന വരുമാന മാർഗമായിട്ടുള്ള മാലിദ്വീപിൽ ഇതോടുകൂടി മുറവിളികൾ ശക്തമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ. അധികാരമേറ്റ ശേഷം വിദേശകാര്യമന്ത്രി സമീറിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ് ഇത്. 2023 നവംബർ 17 മാലിദ്വീപിന്റെ പ്രസിഡന്റായി മുഹമ്മദ് മുയിസു ചുമതലയേറ്റത്. 45 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം. മുൻ പ്രസിഡന്റ് അബ്ദുള്ള യമീൻ അഴിമതി കുറ്റത്തിൽ ജയിലിലായതോടെ അപ്രതീക്ഷിതമായി കിട്ടിയതാണ് പാർട്ടി അധ്യക്ഷ പദവി. അതുവരെ രാജ്യം ഭരിച്ച ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അധികാരത്തിലെത്തിയത്. ചുമതലയേറ്റ ശേഷം ആദ്യം ഇന്ത്യ സന്ദർശിക്കുന്ന പ്രസിഡന്റുമാരുടെ പതിവ് നിർത്തി മുഹമ്മദ് മുയിസു പോയത് തുർക്കിയിലേക്കാണ്. അവിടെ തീർന്നില്ല പ്രകോപനം. പിന്നത്തെ യാത്ര പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ആജന്മ ശത്രുവായ ചൈനയിലേക്ക്. ഈ പ്രകോപനങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്ത് എക്സിൽ പോസ്റ്റ് ഇട്ടത്. അതിനോട് 3 മാലിദ്വീപ് മന്ത്രിമാരും മോശമായി പ്രതികരിക്കുകയായിരുന്നു. ലോകമെങ്ങും അത് വലിയ വാർത്തയായി മാറി. 3 മന്ത്രിമാരെ മാറ്റി നിർത്തുന്നതായി പ്രസിഡന്റ് മുഹമ്മദ് മുയിസു പ്രഖ്യാപിച്ചതോടെ സമവായമായി എന്നായിരുന്നു നമ്മളെല്ലാവരും കരുതിയത്. അത് പറഞ്ഞ് നാവ് വായിലിടും മുൻപ് ആൾ മറ്റൊന്നുകൂടി പ്രഖ്യാപിച്ചു. അടുത്ത സന്ദർശനം ചൈനയിലേക്ക് തന്നെ. മാത്രമല്ല, സ്ഥാനാരോഹണ ദിവസം വളച്ചു ചുറ്റി പറഞ്ഞ കാര്യം നേരിട്ട് തന്നെ വീണ്ടും പറഞ്ഞു. ഇന്ത്യയുടെ സൈന്യത്തെ മാലിദ്വീപിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കണം, ഇല്ലെങ്കിൽ കർശനമായ തിരിച്ചടി നേരിടേണ്ടി വരും. അങ്ങനെ ഇന്ത്യയുമായുള്ള ബന്ധത്തെ മുയിസു ഇല്ലാതാക്കാൻ തുടർന്നു. എന്നാൽ അത് തകർത്തത് മാലിദ്വീപിനെ തന്നെയായിരുന്നുവെന്ന് ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. ചൈനയുടെ കുബുദ്ധി കേൾക്കാൻ പോയ മാലിദ്വീപിന് അടിപതറി. ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ കാൽക്കൽ തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇന്ത്യൻ വിനോദസഞ്ചാരികളോട് മാലിദ്വീപും സന്ദർശിക്കണമെന്നുള്ള അഭ്യർത്ഥന തുടരുകയാണ് ദ്വീപ് രാഷ്ട്രത്തിന്റെ അധികൃതർ. ഇപ്പോൾ മാലിദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാനാണ് ടൂറിസം മന്ത്രി അഭ്യർത്ഥിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ തന്റെ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചും ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ ഒരു ചരിത്രമുണ്ട്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ സർക്കാരും ഇന്ത്യയുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എപ്പോഴും സമാധാനവും സൗഹൃദ അന്തരീക്ഷവും പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ജനങ്ങളും സർക്കാരും ഇന്ത്യക്കാരുടെ വരവിന് ഊഷ്മളമായ സ്വീകരണം നൽകും. ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഇന്ത്യക്കാരോട് ദയവായി മാലിദ്വീപിന്റെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജനുവരി 6 ലക്ഷദ്വീപ് ദ്വീപുകളുടെ ഫോട്ടോകളും വീഡിയോയും പ്രധാനമന്ത്രി മോദി തന്റെ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം 3 മാലിദ്വീപ് മന്ത്രിമാർ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത്. അതിനുശേഷം ഇന്ത്യക്കാർ മാലിദ്വീപിലേക്കുള്ള സന്ദർശനം കുറയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മാലിദ്വീപിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ കേവലം 1 മാസം കൊണ്ട് 5ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. ഇതോടെ മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയും ആടിയുലഞ്ഞു. ഇതിന് പിന്നാലെ ഇന്ത്യൻ സന്ദർശകർ മാലിദ്വീപ് സന്ദർശിക്കണമെന്നും കാര്യമായ സംഭാവന ചെയ്യണമെന്നും അപേക്ഷിച്ച് മാലിദ്വീപ് ടൂറിസം മന്ത്രി തന്നെ രംഗത്ത് എത്തുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഉപേക്ഷിക്കരുത്, സഹായിക്കണം എന്ന ആവശ്യവുമായി മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ ഇന്ത്യയിലേക്ക് എത്തുന്നത്.